ഹലോ, ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഫുഡെല്ലാം കഴിച്ച്. അപ്പോൾ അമ്മയുണ്ട് ഇത് പിന്നെ വളം വാങ്ങാനല്ലേ, ചാണകപ്പൊടി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ചെടിക്കെല്ലാം ഇടാൻ വേണ്ടിയിട്ട് ചാണകപ്പൊടി എടുക്കാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും കൂടി വരാമെന്ന്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് അടുത്ത വിശേഷം കാണാം കേട്ടോ. പിന്നെ അടുത്ത പശുവിന് വേണ്ടിയിട്ട് അമ്മ കുറച്ച് അരിയും അങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അടുത്ത വിശേഷം കണ്ടിട്ട് വരാം കേട്ടോ. അപ്പം ഇതാ അതിൻ്റെ അടുത്താണ് അല്ലേ അമ്മ, തൊട്ടടുത്താ അവര് വീട്ടിൽ കുറേ പശു അങ്ങനെ എന്തെല്ലാം കൊണ്ടുപോകും അല്ലേ, പ്രാവ് അങ്ങനെയെല്ലാം കൊണ്ടുപോലും. അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് അതെ ഞാൻ കാണണം എന്ന് പറഞ്ഞാൽ ഏട്ടനെ കാണലുണ്ട്. പക്ഷേങ്കിൽ ഞാൻ ഇതുവരെ ആ വീട്ടിൽ പോയിട്ടില്ല. ആ വീട്ടിൽ നിന്ന് പോലെ ഈ ഭാഗത്ത് അവരെല്ലാം പാലെല്ലാം വാങ്ങുന്നത്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് കാണാം കേട്ടോ ബാക്കി വിശേഷം. വേണ്ട ഒരു വലിയ ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. പശുവും പിന്നെ ആടുണ്ട് കേട്ടോ. ഒരുപാട് ഏരിയയിൽ നിറച്ച് ഇങ്ങനെ ഒരുപാട് പശുക്കളും പ്രാവും അങ്ങനെയെല്ലാം ആയിട്ട് നല്ല രസമുണ്ട്. ഒരുപാട് പ്രാവുണ്ട് കേട്ടോ. ഇതാ ഇവിടുത്തെ ഏട്ടനുണ്ടെങ്കിൽ ഇതിൻ്റെ പേരെല്ലാം പറഞ്ഞു തരുന്നു കേട്ടോ. പക്ഷേ ഏട്ടനില്ല, അതുകൊണ്ട് അറിയില്ല. എന്താ ചാണകം ഒരുപാട് വളാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പൊടി വളാക്കിയിട്ട് അമ്മ ചെടിക്കിടാൻ വേണ്ടിയിട്ടാണ് വളം എടുക്കാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ. ഞാനില്ലേ പിന്നെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒരുപാട് പശുക്കളെയും കൂട്ടിയിട്ട് ഇങ്ങനെ വരുന്നുണ്ടാവും ഏട്ടൻ. അന്നേരം പശു വണ്ടി വരുന്ന കാണുമ്പോൾ സൈഡിലേക്ക് ഇങ്ങനെ മാറി നിൽക്കും. ശരിക്കും അതൊരു അത്ഭുതമാണ്. എനിക്ക് പേടിച്ചിട്ട് ഞാൻ സൈഡാക്കുമ്പം പശു എന്നെ കണ്ടിട്ട് സൈഡിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഒരുപാട് പശുക്കളുണ്ട്. ഇതാ 2 കുഞ്ഞു പശു കൂടിയുണ്ട്, കുഞ്ഞു പശു. അപ്പം ഇത് ബ്രീഡ് മാറ്റാണ് കേട്ടോ. കുത്തുവാ കൊമ്പ് അധികം ഇല്ല അല്ലേ. ചെവി നോക്കിയാ ഭയങ്കര മാറ്റം കാണുന്നുണ്ടാറില്ല. ഒരുപാട് പേരുണ്ട് ഇപ്പൊ കണ്ട ഇതാണ് കേട്ടോ ലോങ് ഏരിയ. ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ ഇവരെ പശുക്കളുടെ. ഈ വലിയ കുന്നിറങ്ങിയിട്ടാണ് ഇങ്ങോട്ടേക്ക്. അങ്ങനെ നമ്മളിതാ അവിടെ പോയിട്ട് ചാണകപ്പൊടിയെല്ലാം എടുത്തിട്ട് വന്നാട്ടോ ഈ ചെടിക്കെല്ലാം ഇടാൻ വേണ്ടിയിട്ട്. ഇതിൽ അച്ഛൻ്റെ ഗപ്പി ഉണ്ട് കേട്ടോ. അച്ഛൻ ഈ ടാങ്ക് മുറിച്ചിട്ട് ഇതിനകത്ത് ഗപ്പി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ട കുറേ വലുതായി ഇപ്പം. ഗപ്പി ശരിക്കും നല്ലതാന്ന് പറയുന്നല്ലേ കൊതുകെല്ലാം വരുന്നതിന്. പിന്നെ നമ്മൾ മുള നട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിലെങ്ങാനല്ലേ മുള, അത് അച്ഛൻ വിത്ത് വാങ്ങിയിട്ട് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിപ്പം നട്ടിട്ട് അത്യാവശ്യം കുറച്ച് വലുതായി. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട ഇത് മുളയാണ് കേട്ടോ. അതിന് മാറ്റി നടേണ്ട സമയമായി. ഫ്രണ്ടിൽ ഇങ്ങനെ മാറ്റി നടണം. കുറേ വീട്ടിലെല്ലാം കണ്ടില്ല ഇങ്ങനെ വലിയ മുളയായിട്ട്. അപ്പോൾ ഇത് അച്ഛൻ വിത്ത് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഐസ്ക്രീമിൻ്റെ ഇതുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ എന്തെങ്കിലും ഐസ്ക്രീമെല്ലാം വാങ്ങിയിട്ട് വരട്ടെ. അച്ഛൻ ഇന്ന് ജോലിക്ക് പോകണമായിരുന്നു. അപ്പോൾ ജോലിക്ക് പോയിട്ട് ഇപ്പം വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അതാണ് അച്ഛനെ വീഡിയോയിൽ കാണിക്കാത്തത്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഐസ്ക്രീം വാങ്ങിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ സ്കൂട്ടിക്കാണ് കേട്ടോ പോകുന്നത്. നേരെ തൊട്ട് മുകളിലാണ്, അവിടെ എത്തിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഐസ്ക്രീം ഇടിക്കത്തെ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഐസ്ക്രീം വാങ്ങല്. നമ്മളെ വീട്ടിൽ തൊട്ടടുത്താണ് കേട്ടോ. നല്ല അടിപൊളി ഐസ്ക്രീം കിട്ടും കേട്ടോ. ഞാൻ ഈ ഫ്രൂട്ട് ബാറാണ് കേട്ടോ വാങ്ങിയത്. ഇത് അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഐസ്ക്രീം വാങ്ങിയിട്ട് വന്നു കേട്ടോ. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. മെറി ബോയിൻ്റെ ഫ്രൂട്ട് ബാർ കേട്ടോ. അച്ഛൻ എന്നെക്കാളും കഷ്ടം ഐസ്ക്രീം കഴിക്കുന്നു അല്ലേ. അപ്പം അമ്മ അടി ഇരുന്ന് കഴിക്കുന്നുണ്ട്. അച്ഛൻ പിന്നെ ഒരു കാര്യം പറയണ്ട
പറയാനായിട്ട് ഇന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു വലിയ സംഭവം ഉണ്ടായിട്ട് എന്താ വെച്ചാൽ പിന്നെ എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്രോൾ പമ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തൊട്ടിപ്പുറത്ത് നിന്ന് വലിയൊരു സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ആ റോഡ് സൈഡിൽ കാറും ഓട്ടോയും കൂടി ഇടിച്ചിട്ട് ഓട്ടോ മതിലിൻ്റെ ആടെ ഒരു കൊക്ക പോലത്തെ സ്ഥലമുണ്ട്, താഴേക്ക് ഇങ്ങനെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓട്ടോക്കാരൻ്റെ അശ്രദ്ധയാണോ അല്ല കാറുകാരൻ്റെ അശ്രദ്ധയാണോന്ന് അറിയില്ല, ഓട്ടോനെ തട്ടുക ചെയ്തത് വന്നിട്ട്. അപ്പോൾ ഓട്ടോക്കാരൻ നമ്മൾ ഈ കണ്ണൂർ നാട്ടിൽ തന്നെ ഉള്ളതാ പോലും, കാറിൻ്റെ ആരാന്ന് അറിയില്ല. പേച്ചുമാരെല്ലാം ഓടിപ്പോകുന്നുണ്ടായിരുന്നു, ആംബുലൻസിനെ വിളിക്കേണ്ടതെല്ലാം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വേഗം ആംബുലൻസിനെ വിളിച്ചു കൊടുത്തേട്ടാ. അപ്പം വേഗം തന്നെ ആംബുലൻസ് വന്ന്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ആക്സിഡൻറ്റ്സ് ഇങ്ങനെ കാണുന്നില്ലേ നമ്മൾ. അപ്പോൾ നമ്മളെല്ലാവരും പ്രത്യേകിച്ച് ഈ 2 വീലർ എടുക്കുന്ന എനിക്കെല്ലാം പേടിയാണ്. ഇപ്പം അങ്ങനായാലും ഇങ്ങനായാലും ഞാൻ വണ്ടി എടുത്തിട്ട് വീട്ടിലെത്തുന്നത് വരെ ഇവിടുന്നും അവിടുന്നും എല്ലാം അമ്മക്കെല്ലാം ഭയങ്കരമായിട്ട് ടെൻഷനാണ് കേട്ടോ, എത്തിയോ എന്ന് വെച്ചിട്ട്. അപ്പം നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. ശരിക്കും നമ്മൾ മാത്രം ശ്രദ്ധിച്ചിട്ട് ഒരു കാര്യമില്ല. അവർ എതിരെ വരുന്ന വാഹനം നമ്മൾ തട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കാം. പക്ഷെ നമ്മളും ശ്രദ്ധിക്കുക. പിന്നെ ഈ റൂട്ടിൽ കൂത്തുപറമ്പ് റൂട്ടിലെല്ലാം ബസ് ആ വഴിയിൽ ഞാൻ പോകുന്നത്, എൻ്റെ അമ്മ എന്തൊരു സ്പീഡാണെന്നറിയാം, ഭയങ്കര സ്പീഡാണ്. സൈഡിലേ പോകുന്ന സ്കൂട്ടി എടുത്ത് പോകുന്ന പോലെ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും സൈഡിലേ പോകുമ്പോൾ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇന്ന് എനിക്ക് ശരിക്കും വിഷമമായ ഏട്ടനെ കണ്ടിട്ട് മുഖമെല്ലാം ഫുള്ള് മുഖമെല്ലാം ഇങ്ങനെ തൊലി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സങ്കടമായിപ്പോയി കണ്ടിട്ട് കേട്ടോ. അപ്പം തന്നെ ഏട്ടനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അധിക സമയം നിന്നില്ല, ഞാൻ ആംബുലൻസ് വിളിച്ചു കൊടുക്കാൻ മാത്രം നിന്നു. എന്നെക്കൊണ്ട് ആ ഒരു സഹായം ചെയ്യാൻ പറ്റിയില്ല, ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചിലവരെന്ന് വെച്ചാൽ റോഡിൽ ആക്സിഡൻ്റ് ആയിട്ട് വീണ് കഴിഞ്ഞ സമയത്ത് നമ്മൾ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഹെൽപ്പ് ചെയ്താൽ എന്തെങ്കിലും പണി കിട്ടുമെന്നെല്ലാം വെച്ചിട്ട് ഹെൽപ്പ് ചെയ്യാണ്ട് പോകുന്നവരെല്ലാം ഉണ്ടാവും. പക്ഷേ ഞാൻ ആ സമയത്ത് വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ നമ്പർ കൊടുത്ത് വിളിച്ച് ആംബുലൻസിനെ ഏൽപ്പിച്ച്. അപ്പം നമ്മളെല്ലാവരും പിന്നെ ഇങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും നമ്മൾ എന്താ പറയുക, ഒന്ന് മുന്നിട്ടിറങ്ങുക വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ, ചെറിയ വീഡിയോ ആണ്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ തൊട്ടടുത്തുള്ള ഏട്ടൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായില്ലേ ഞാൻ അമ്മേൻ്റെ കൂടെ. അപ്പോൾ അവിടെ ഒരുപാട് പശുക്കൾ പിന്നെ ആടും പ്രാവും അങ്ങനെ എന്തെല്ലാം ഉണ്ടായിരുന്നു. പശുവിന് പിന്നെ ഏട്ടൻ പറമ്പിലെല്ലാം മേയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പശുക്കളെയൊന്നും കാണിച്ചിടാനൊന്നും പറ്റിയിട്ടില്ല. ആ ഏട്ടനെ ഞാൻ കാണിച്ചിടാന്നെല്ലാം വിചാരിച്ചായിരുന്നു പോയത്, പക്ഷേ ഏട്ടനും പുറത്ത് എങ്ങോട്ടോ പോയിട്ടുണ്ടായത്. അപ്പോൾ നമ്മളത് ചെടിക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അമ്മ കുറച്ച് പച്ചക്കറി ചെടി അതിനെല്ലാം ഇടാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഞാനും കൂടി വരുന്നതെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.